നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മസ്കറ്റിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ ഉള്ളിലേക്ക് ഉള്ള ഒരു സ്ഥലത്തേക്കാണ്. ആ സ്ഥലത്തിൻ്റെ പേരാണ് ജബൽ അൽ ഷിഫ. ഈ സ്ഥലം നമ്മുടെ വീക്കെൻഡിലൊക്കെ വളരെ റിലാക്സ് ചെയ്യാനായിട്ട് പറ്റിയൊരു സ്ഥലമാണ്. ഒരുപാട് ഫാമിലീസും ഒക്കെ വന്നിട്ട് അവരുടെ ജോലി തിരക്കിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞ്, നഗരത്തിൻ്റെ തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് വന്നൊന്ന് അടുത്തൊരു വീക്കിലേക്ക് മനസ്സിനെ ഒന്ന് ചാർജ് ചെയ്ത് പോകാൻ പറ്റുന്ന അതിമനോഹരമായൊരു സ്ഥലമാണ് ഇത്. അൽ ഹജാർ മൗണ്ടൻ എന്ന് പറഞ്ഞൊരു മൗണ്ടൻ റേഞ്ച് ഉണ്ട് ഇവിടെ. അവിടെയാണ് ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതിവിടുത്തെ ടൂറിസം മേഖലയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എല്ലാവരും വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഇത്. ഈ മൗണ്ടൻ റേഞ്ചിൽ, ഞാൻ മുമ്പേ പറഞ്ഞ അൽ ഹജാർ മൗണ്ടൻ റേഞ്ചിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. സ്പോർട്സ് ആക്ടിവിറ്റീസിനും റിക്രിയേഷനും ഒക്കെയുള്ള എല്ലാ ഫെസിലിറ്റിയും ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. നമ്മളിപ്പോൾ ഈ ജബൽ അൽ ഷിഫ ഫെസിലിറ്റിയിലേക്ക് നമ്മൾ അതിനകത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. നിങ്ങളൊരു ഫോട്ടോഗ്രാഫറോ വ്ളോഗറോ ഒക്കെ ആണെങ്കിൽ ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിമനോഹരമായ വീഡിയോസും ഫോട്ടോഗ്രാഫ്സും ഒക്കെ എടുക്കാം. എസ്പെഷ്യലി ഡ്രോൺ ഷോട്ട്സ് ഒക്കെ എടുക്കാൻ നല്ലതായിരിക്കും. മൗണ്ടൻ റേഞ്ചിൻ്റെ കംപ്ലീറ്റ് വ്യൂസും ഒക്കെ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല അതിമനോഹരമായ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഈ സ്ഥലത്തിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷകത്വം. ജബൽ അൽ ഷിഫ. അൽ ഷിഫ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ വെൽനസ് അല്ലെങ്കിൽ ഹീലിംഗ് എന്നൊക്കെയാണ്. അതുതന്നെയാണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്കൊരു ഹീലിംഗ്, നേച്ചർ നമ്മളെ ഹീൽ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതുതന്നെയാണ് ഇവിടെ. നമ്മൾ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്കങ്ങനെ പുണ്യസ്ഥലങ്ങളുണ്ട്, ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. എസ്പെഷ്യലി വടക്കേ ഇന്ത്യയിൽ പോയ ഋഷികേശ്, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. മൗണ്ടൻ റേഞ്ചസ് ഉണ്ട്, ഹിമാലയമുണ്ട്. അങ്ങനെ നമുക്ക് നേച്ചറിൻ്റെ ഹീലിംഗ് പ്രോപ്പർട്ടിയെ പറ്റി നമുക്കറിയാം. അങ്ങനെ ഈ ഒമാനിനെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രോപ്പർട്ടിയുള്ള ഒരു സ്ഥലമാണ് ജബൽ അൽ ഷിഫ. ഈ ഫെസിലിറ്റിക്ക് ചുറ്റും ഒരു ട്രഡീഷണൽ വില്ലേജാണ്. അപ്പം നമുക്ക് അവിടെയൊക്കെ സമയം കണ്ടെത്തി അവിടെ എല്ലാം ഒന്ന് സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ, എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമുക്ക് ഇവരുടെ ട്രഡീഷനൊക്കെ കൂടുതൽ മനസ്സിലാക്കാനും അവരുടെ ട്രഡീഷണൽ കുസീൻ അതെല്ലാം നമുക്ക് മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. നമ്മൾ തൽക്കാലം ഒരു ചെറിയ വിസിറ്റാണ് ഇവിടെ നടത്തുന്നത്. ഇപ്പോൾ സമയം ഒരുപാട് വൈകിപ്പോയി, ഇരുട്ടിപ്പോയി. അല്പം പകൽ വന്നിരുന്നെങ്കിൽ നമുക്ക് കുറേ കൂടെ ബെറ്ററായിട്ടുള്ള സ്റ്റണ്ണിങ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടിയേനെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഇതിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള വീഡിയോഗ്രാഫ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലം ഒരു പറ്റിയ സ്ഥലമായിരിക്കും. ഈ സ്ഥലത്തിനെ പല രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇവർ. ഒന്ന്, ഒരു മറീനയാണ്. അവിടെ വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള യാട്ടുകളും വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഹോട്ടൽസും ഒക്കെ ഉണ്ട്, റെസ്റ്റോറൻറ്റ്സും കഫേസ് ഒക്കെ ഉണ്ട്. പിന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസിനുള്ള സ്ഥലമുണ്ട്, ഗോൾഫ് കോഴ്സ് ഉണ്ട്, റിക്രിയേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഫെസിലിറ്റികൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഏരിയ അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മറീന ഏരിയയിലേക്കാണ്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്.
ജസ്റ്റ് നിങ്ങളെ മറീനയൊക്കെ ഒന്ന് കാണിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചു. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ. ഇവർ ഈ സ്ഥലം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതിനെ നേച്ചറിനെ ഹർട്ട് ചെയ്യാത്ത രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. കാരണം മൗണ്ടൻ റേഞ്ചസ് ആണല്ലോ, അപ്പം പല തട്ടുകളായിട്ട് ഇങ്ങനെ ഈ സ്ഥലം കിടക്കുന്നു. അപ്പോൾ അതിനെയൊന്നും നശിപ്പിക്കാത്ത രീതിയിലാണ് ഇവർ ഈ സ്ഥലമെല്ലാം ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നേച്ചറുമായിട്ട് കോ എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ആർക്കിടെക്ചറും കാര്യങ്ങളുമൊക്കെ. അത് വളരെ നല്ലൊരു ആശയമാണ്. അതായത് സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വരാൻ പറ്റിയ സമയം സത്യത്തിൽ സൺസെറ്റിൻ്റെ സമയമാണ്. ആ സമയത്താണെങ്കിൽ നമുക്ക് നല്ല സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടും. സൂര്യാസ്തമയത്തിൻ്റെ നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടും. എസ്പെഷ്യലി കുട്ടികളുമായിട്ട് വരുവാണെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമായിരിക്കും. അവർക്ക് ഓടിക്കളിക്കാനും നേച്ചറുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കാനും ഒക്കെ നല്ലതായിരിക്കും. അങ്ങനെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മൾ മറീനയുടെ അടുത്തേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ താമസിയാതെ തന്നെ നമ്മൾ ഇതിൻ്റെ മറീന ഏരിയയിലേക്ക് എത്തുന്നതായിരിക്കും. നമ്മൾ മറീന ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. നോക്കൂ, നല്ല ലക്ഷറീസ് ആയിട്ടുള്ള യാട്ടുകളൊക്കെയാണ് ഇവിടെ. ആ ബ്ലൂ കളറും യാട്ടിൻ്റെ ഇതും കൂടെ ആകുമ്പോൾ എല്ലാം കൂടെ ഒരു ലക്ഷറീസ് ഫീലാണ് നമുക്ക്. നമ്മൾ പ്ലാൻ ചെയ്ത് വരുവാണെങ്കിൽ അതിൻ്റെ ഗിയേഴ്സൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. തൽക്കാലം നമുക്ക് ഇവിടുത്തെ ഫെസിലിറ്റികളൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ കൂട്ടുകാരെ, അപ്പം നന്ദി, നമസ്കാരം. നിങ്ങളുടെ പ്രോത്സാഹനം ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുക.